ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ, ഇന്ന് എനിക്ക് ടെക്സ്റ്റ് ബുക്കും കാൽക്കുലേറ്ററും പഠിക്കാൻ വേണ്ടി നമ്മൾ കാസർഗോഡ് പോവേനെ. ടെക്സ്റ്റ് അല്ലല്ലോ, ലാംഗ്വേജിൻ്റെ ടെക്സ്റ്റ് മാത്രം, ഇംഗ്ലീഷും ഹിന്ദിയും. ബാക്കി എനിക്ക് പഴയ ടെക്സ്റ്റ് തന്നെ മതി. ടെക്സ്റ്റ് വേണ്ട, സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ട. അപ്പം അത് മാത്രം മതി. നമുക്ക് പോവാം. ബസ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് പോയി, ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ബസ് പോയി. അപ്പം ഇന്ന് നമുക്ക് റിക്ഷ പോവാം. ഇനിയിപ്പളിയില്ല ബസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചട്ടഞ്ചലിലെത്തിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാസർഗോഡ് എത്തി. ഇപ്പത്തില്ലേ, നമുക്ക് റിക്ഷ കിട്ടാൻ ലേറ്റ് ആയി. ടയേർഡായി നല്ലോണം. നമ്മൾ എടുത്ത് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇടുന്ന കുഞ്ഞൂസിനെ അർജൻറ്റീനയിൽ ജയിച്ചു വേണമെന്ന് പറഞ്ഞിട്ടത് മേടിച്ചു. എനിക്ക് കളിയുണ്ട്. അത് ഇത്രയും നാളും റൊണാൾഡോൻ്റെ ജേഴ്സി വേണമെന്ന് പറഞ്ഞിട്ട് നടന്നതാണ്. ഇപ്പോനെ തോറ്റപ്പാട് റൊണാൾഡോ തോറ്റപ്പാട് ഒരു മെസ്സിയുടെ ജേഴ്സി മതി. എനിക്ക് ക്ലാസ് ഫസ്റ്റ് ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ എല്ലാവരും ക്യാപ്റ്റൻ ഇട്ട് നമ്മളെ പേരിൻ്റെ ടീമിൻ്റെ പേര് വേറെ ഏത് നല്ല ടീം ഉണ്ടാകത്തോണ്ട് അർജൻറ്റീനയിൽ ഇട്ടു. പോർച്ചുഗലിന് വേറൊരു ടീം എടുത്തില്ല പേര്, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാറ്. നിങ്ങളുടെ ഹൗസ് അർജൻറ്റീനയാ? ഹൗസല്ല, ക്ലാസ് വൈസിൽ നമ്മ ടീം ഇടുമ്പോഴത്തേക്ക് ഒരു ക്ലാസ് പോർച്ചുഗൽ എടുത്തു. എനിക്ക് പറഞ്ഞ മനസ്സിലായി. എന്തിനിത് സ്കൂളിലിട്ട് പോണോ? അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ജല്ലീര മുട്ടായി പോലെ ഇല്ലേ ഉണ്ട്. കിക്കറ്റ്. അയ്യോ, നിന്നെ കിട്ടിയിട്ട. എന്ത് പിടിച്ച റിൻ്റെ എന്ത് പാലും കുട്ടി. ഇത് അക്ഷയപാത്രം പോലെയാണ്. ദിവസം നമുക്ക് ഇങ്ങനെ പാലും. അതെങ്ങനെ ഇറേസ് ചെയ്ത് നോക്കാം. അതിന് റൊട്ടേറ്റ് ചെയ്താൽ വരുമോ? അപ്പണത് റീസറാ നോക്കാം. അല്ല, ഇതിൻ്റെ പുറത്തൊരു ഇതില്ലേ? ഇതൊരു കവറല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ? അതിൻ്റെ പുറത്തേക്കൂടി ഇല്ല. ചോക്ലേറ്റ് റീസർ. ഇത് ചോക്ലേറ്റ് റീസറാണ്. ഇതാണ് മെയിൻ. എഴുതാനും പറ്റും, വായിക്കാനും പറ്റും. അതെയോ? അതല്ല, പെൻസിൽ. ഇതാണ് മെയിൻ. നമുക്ക് കളിക്കാനും പറ്റും. കളിക്കാനാണെങ്കിൽ എന്തോ കാണും. പിന്നൊരു മെയിൻ കാണുന്നത് നീ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് ഒച്ചത്തിൽ പറയൂ. ഇല്ല. എന്ത് മാച്ച് സ്റ്റിക്ക് ഇറേസറാ? അത് 8 പീസ് അലോൺ ടൈമുള്ളത് ഇറേസർ. 8 പീസ്. മേണിക്കാൻ വന്ന സാധനങ്ങളെല്ലാം മേണിച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും മേണിക്കൂല എന്ന് ഉറപ്പില്ല. കുറേ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മ. അതെ, ആവാണെന്ന് പറ. അതിലെന്തിടാൻ പറ്റുന്ന കണ്ട ഇതൊക്കെ ബർഗർ അല്ല, അത് ലെറ്റ്യൂസ്, പാറ്റി, പച്ച പാത്രമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രൗൺ പാത്രമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കിൻ കളർ പാത്രമുണ്ട്. ബണ്ണു യെല്ലോ അല്ലേ? നമ്മളിതെല്ലാം വീണ്ടും ഒരുപോലെ വെക്കുന്നു. എന്നിട്ട് തിരിച്ചവിടെ തന്നെ വെക്കുന്നു. ടോസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുന്നത്.
നമുക്ക് പോകേണ്ട ബസ്സിൽ വരുന്ന നമ്മ കണ്ടു. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഫ്രണ്ട്സ്, നമുക്ക് ബസ് കിട്ടി. അപ്പം നമ്മൾ മാംഗോസും റംബുട്ടാനും പഴവും മേടിച്ചിരുന്നു. നമ്മൾ പ്രിയദർശിനിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞൂസിന് മാത്രമേ ടിക്കറ്റ് എടുക്കണ്ടോ. ഇനി നമ്മൾ വരുമ്പോൾ കുഞ്ഞൂസിനെ കൂട്ടാതെ വരും. ആര് പറഞ്ഞു? ഞാൻ കൊടുക്കും. ആ, ഇതുവരെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ സ്ഥലമാണ് എണ്ണിക്കണം. അപ്പൊ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് പൈസ എടുത്തിട്ടായിരിക്കുന്നത്. ഇത് ലേഡീസ് സീറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 7 മണിയായിട്ടാ. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് പോയതാണ് അങ്ങോട്ടേക്ക്. ഇന്ന് എനിക്ക് 3:30 വരെ ഉണ്ടായിട്ടുള്ളൂ ക്ലാസ്. ഇന്നലെയും മിനിയാന്നും 12:30 വരെ ഉണ്ടായിട്ടുള്ളൂ. അത് എക്സാമിൻ്റെ വാല്യുവേഷൻ ഡ്യൂട്ടി ആയതുകൊണ്ട് ടീച്ചേഴ്സ് കുറവായതുകൊണ്ട് സ്പെഷ്യൽ ടൈം ടേബിൾ തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സ്പെഷ്യൽ ടൈം ടേബിൾ തന്നെ തോന്നുന്നത്. ഉറപ്പില്ലാട്ടെ എനിക്ക്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ടെക്സ്റ്റ് അയച്ചു തരാം. ഇംഗ്ലീഷും ഹിന്ദിയും ലാംഗ്വേജ് എല്ലാം ഇംഗ്ലീഷും ഹിന്ദി മാത്രമല്ല, മലയാളമായാലും അറബിക്കായാലും. പക്ഷേ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഹിന്ദിയാണ്. അപ്പം ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞ ലാംഗ്വേജ് ടെക്സ്റ്റ് ഇക്കൊല്ലം മാറി. ഇനി അപ്പം നമുക്ക് പുതിയ ടെക്സ്റ്റാണ്. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ്. ഫൂഫി. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഫൂഫി. പിന്നെ ഹിന്ദി ഇതെന്തേ എന്നോ അല്ലടാ. ആ ഫസ്റ്റ് പേജോ? ആ അല്ല ഇതല്ല ഫസ്റ്റ് പേജ്. കിട്ടിയില്ല. അയ്യോ, ഞാൻ ക്യാമറ ഓടിച്ചുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ട്. എന്നെ എടുത്ത ഇത് മാത്രം. അയ്യോ, ഇങ്ങോട്ടാ. എന്താണ് ഹിന്ദി. പിന്നെ എന്തെന്ന് കാൽക്കുലേറ്റർ മേടിച്ചിനി. അയ്യോ, പിന്നെ വാങ്ങിച്ച വേഗം ഇത് കാണിച്ചിട്ട് ടിഷ്യൂ വാങ്ങിച്ചിനി. പോക്കറ്റ് ടിഷ്യൂ. അത് അമ്മേരതാണ്. ഇത് അമ്മേരതല്ല, അല്ലാതെ എനിക്കാണ്. ബാറ്ററി എൻ്റെ ക്ലോക്കിനും. ഇത് അമ്മക്കാണ്. സ്റ്റാർസിൻ്റെ സ്റ്റിക്കർ. എന്തോ ഇങ്ങനെ ഇങ്ങനെ. അടല്ല ആടാ. ടോപ്പിലാണ്. കീറണ്ട. വാറണ്ടി കാർഡാണ് ഇതിൻ്റെ. യൂസർ മാനുവൽ. പിന്നെ മെയിൻ ഐറ്റം നമ്മുടെ എന്താ പറയുക, കാൽക്കുലേറ്റർ. സയന്റിഫിക് കാൽക്കുലേറ്റർ. അപ്പോൾ നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്റർ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. മെല്ലെ. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റർ. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമേ ഞാനിത് നിങ്ങൾക്ക് നോക്കാൻ തരൂ. അതും അവിടെ വെക്കപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണേ. അവിടെ വെക്ക്, ഇങ്ങോട്ട് വെക്ക്. ചോദിക്കുന്നത് സൈൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഒരു കോള് വന്നിട്ടുണ്ടായിനി. അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് പിന്നെയും വീഡിയോ എടുക്കുമ്പോഴേക്ക് ഇത് സൗണ്ട് എങ്ങനെയോ ഓഫായിപ്പോയി. എന്തായതെന്ന് എനിക്കറിയില്ല, എന്തോ ഓഫായിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഓനോട് ഞാൻ സൈനും കോസും ടാനുവൽ എന്തെന്ന് ചോദിച്ചാണ്. സൈൻ ചോദിക്കുമ്പോൾ പറഞ്ഞത് സിഗ്നേച്ചർ, ആ ഉപ്പ് എന്നുള്ള അർത്ഥത്തിൽ സൈൻ എന്നാണ്. പിന്നെ കോസ് എന്ന് വെച്ചാൽ ഓൻ പറഞ്ഞത് CAUSE കോസ്, ബിക്കോസ് ആ ഒരർത്ഥത്തിലുള്ള കോസ് എന്നാണ്. പിന്നെ ടാൻ ചോദിച്ചാൽ ഓൻ പറഞ്ഞത് സൺ ടാൻ എന്നാണ്. ലാസ്റ്റ് പൈ എന്തെന്ന് ചോദിച്ചാൽ ഓൻ പറഞ്ഞ ലോഡ് ചോക്കോ പൈര പൈന്ന്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ മോൻ്റെ യൂണിഫോമിൻ്റെ കോട്ട് കാണിച്ചിരുന്നതാണ് കേട്ടോ ഇത്. പിന്നെ സൈനും കോസും ഉണ്ടാകാനെല്ലാം ഞാൻ ഇപ്പോൾ ഓന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞു കൊടുക്കാൻ നിന്നിട്ടില്ല. പൈ എന്തെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാനത് കാൽക്കുലേറ്ററിൽ ഓനെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.